നിന്റെ വിഷയത്തിന്റെ നടുവിൽ ശത്രു നിന്നെ കുറിച്ച് മന്ത്രിക്കുന്നത് നീ എഴുന്നേൽക്കത്തില്ലെന്നാണ്. പക്ഷേ നിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം മറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ എഴുന്നേൽക്കത്തില്ലെന്ന് ശത്രു വിധി എഴുതിയ അതേ മണ്ഡലത്തിൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കും. ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കും. ആര് നിനക്കെതിരെ സംസാരിച്ചാലും, ആര് നിനക്കെതിരെ മന്ത്രിച്ചാലും, ഇന്ന് പരിശുദ്ധമ്മ പറയുന്നു, ശത്രുവിന്റെ ആലോചനയെ വ്യർത്ഥമാക്കി, അവന്റെ മന്ത്രണങ്ങളെ വ്യർത്ഥമാക്കി ദൈവം നിനക്ക് ജീവൻ തന്ന്, ബലം തന്ന്, സൗഖ്യം തന്ന്, നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ, നിനക്കെതിരെ സംസാരിച്ചവരുടെ മുൻപിൽ, നിനക്കെതിരെ കൂടിയാളവരുടെ കഴിച്ചവരുടെ മുൻപിൽ ഒരു അത്ഭുത സാക്ഷ്യമായി ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിച്ചോ, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ സമയമായി. നിന്റെ ഓതിക്കാനുള്ള മണ്ഡലങ്ങൾ കടന്നുകൊണ്ട് ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന്. ചില ശത്രുവിന്റെ കൂടിയാലോചനയെ പൊളിച്ച്, ചില ശത്രുവിന്റെ തന്ത്രങ്ങളെ പൊളിച്ച് അവന്റെ യുദ്ധത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ, അവൻ നിന്നിലൂടെ ജയം പ്രാപിക്കാതെ നീ ജയം പ്രാപിച്ച് എഴുന്നേറ്റ് വരുമെന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുമെന്ന് പരിശുദ്ധന്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. തിരിച്ചറിയുന്ന ദൈവത്തെ അരമടിച്ച ദൈവത്തിന് മഹത്വപ്പെടുത്താണ്. വിശ്വസിച്ചോ, ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ സമയമായി, ചില കുടുംബങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ സമയമായി. ശത്രുവിന്റെ യുദ്ധത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവത്തെ എഴുന്നേൽപ്പിച്ചു നിർത്തുമെന്ന്. നീ കുലപ്പിനായി നീ എഴുന്നേൽക്കത്തില്ല. ഒരു ദുർവ്യാധി പിടിച്ചു, ഇതുകൊണ്ട് നീ അവസാനിച്ചു എന്ന വിധിയെഴുതുക. ചില മണ്ഡലങ്ങൾ കടന്ന് സഹോദര സഹോദരി, അതായത് പിതാവെ കുഞ്ഞിനെ ഒരു ജീവൻ പരന്ന് ദൈവത്തിനെ എഴുന്നേൽപ്പിക്കുമെന്ന്. ഡോക്ടർമാരുടെ വാക്കുകളെ തിരുത്തി, നാട്ടുകാരുടെ വീട്ടുകാരുടെ വാക്കുകളെ തിരുത്തി, ജീവൻ തന്ന്, ജീവൻ കൽപ്പിച്ച്, തന്നെ കേട്ടുവരുത്തി, തന്നെ കേട്ടുകൾ പൊട്ടിച്ച്, തന്നെ രോഗവ്യക്തകളെ വഹിച്ച് ദൈവത്തിനെ എഴുന്നേൽപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. നീ എഴുന്നേൽക്കത്തില്ലെന്ന് ശത്രു പറയും, പക്ഷെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. ഏത് വിഷയത്തിനകത്താണോ നീ ഒതുങ്ങി പോകണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നത്, അതേ വിഷയത്തിനകത്ത് ദൈവം നിനക്ക് ജീവൻ പകർന്ന് എഴുന്നേൽപ്പിക്കുക.